അത് രണ്ടുപേരെയും കുറിച്ച് പറയുകയാണെങ്കിൽ ജിത്തു നമ്മുടെ അമൃത ടി വിയുടെ തന്നെ സൂപ്പർ സ്റ്റാർ ഗ്ലോബൽ എന്നുള്ള പരിപാടിയിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നാണ് അതിൻ്റെ പ്രൊഡക്റ്റാണ്. നേഹ ഈസ് എ വെരി ടാലൻറ്റഡ് സിംഗർ ആൻഡ് ഓൾസോ നൗ ടി വി കോമ്പിയർ അല്ലേ. വെരി നൈസ്. രാഹുൽ ആണ് ഈ കുട്ടിയെ ഡിസ്കവർ ഒരു ദിവസം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മെയിൽ കിട്ടി. സാർ ഞാനൊരു സ്ട്രഗ്ലിംഗ് സിംഗറാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു 3-4 സെൻറ്റൻസസ് മാത്രം. അതിൻ്റെ കൂടെ പുള്ളിക്കാരി ഒരു 2-3 പാട്ടുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ടിൽ ഡെമോസിൽ ഞാൻ ശ്രദ്ധിച്ചൊരു സാധനം, അതിൽ ഓർക്കസ്ട്ര സപ്പോർട്ട് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇറ്റ് ഷോസ് ദാറ്റ് ഷീ ഹാഡ് സം കോൺഫിഡൻസ് ഇൻ ഹെർ ഓൺ വോയിസ്. അപ്പോൾ ഇത് ആക്ച്വലി ഷീ വാസ് മോർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ഹെർ സിംഗിങ്. അപ്പോൾ അത് ഐ വാസ് വെരി ഇംപ്രസ്ഡ് ബൈ ദാറ്റ്. വളരെ അപ്പോൾ ഞാൻ ഉടനെ ശ്യാംജിനെ വിളിച്ചു. ശ്യാംജി, നമുക്ക് ഈ സോങ്ങിൽ പറ്റിയൊരു സിംഗർ, ഞാൻ പല ആളുകളെ ഓപ്ഷനൊക്കെ ചിന്തിച്ചിട്ട് എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിരുന്നില്ല. അപ്പോൾ ശ്യാംജിനെ വിളിച്ച് പറഞ്ഞു. ശ്യാംജി എന്നാൽ എനിക്ക് അയച്ചതാ, ഞാൻ ഒന്ന് കേൾക്കട്ടെ. ഹിയർഡ് ഇറ്റ് ആൻഡ് ഈസ് ലൈക്ക് ഓ ജസ്റ്റ് ഗോ അഹെഡ് വിത്ത് ദാറ്റ്. അപ്പോൾ ഇറ്റ് ഇസ് ആർ ലക്ക്. ആ ടൈമിങ്ങിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയതെല്ലാം ദൈവാധീനം. വേറെ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഇങ്ങനെ ഭയപ്പെടുത്തിയിട്ടുണ്ടോ? ഞാനിപ്പോൾ സ്ഥിരം കുറേ പേർക്ക് ഇങ്ങനെ ഇമെയിൽ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ സാറിൻ്റെ ഇമെയിൽ ഐ ഡി ഒക്കെ വളരെ ഒരു കബി അൽവിദ നാ കെഹന അങ്ങനത്തെ ഒരു ഇമെയിൽ ഐ ഡി ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ഫേക്ക് ഐ ഡി ആയിരിക്കും, എന്നാലും പാട്ട് അയക്കാമെന്ന് വിചാരിച്ചു വെറുതെ. അപ്പോൾ പക്ഷേ എനിക്ക് റിപ്ലൈ കിട്ടി, നൈസ് വോയിസ്, വിൽ കോൺടാക്ട് യു ഇൻ ഫ്യൂ ഡേയ്സ്. പക്ഷെ വിളി കിട്ടിയത് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു. അച്ഛനെയാണ് വിളിച്ചത്. ആൻഡ് അങ്ങനെ കിട്ടിയൊരു കോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഫിലിമിന് വേണ്ടി വിളിക്കും. ഏത് പാട്ടായിരുന്നു ഡെമോ അയച്ചിരുന്നത്? ഞാൻ എൻ്റെ ഡെമോയിൽ സ്ഥിരം ഒരു 4 പാട്ടുണ്ട്. ഒരു കർണാട്ടിക്, ഒരു ഹിന്ദുസ്ഥാനി, ഒരു ഗസൽ സ്റ്റൈൽ, പിന്നെ ഒരു ലൈറ്റ്. നമുക്ക് ഇവരുടെ പാട്ടൊന്ന് കേൾക്കാം. കറക്റ്റ്. ഇതാണ് സിനിമയിൽ പാടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജിത്തു പാടാം. തീവണ്ടി കൂകി കൂകി പായും വണ്ടി, കേറിക്കോ കേറിക്കോ ചങ്ങാതി, ഇനി പോകാം കാലം
ദാഹം നീർത്തും റെയിലൂടെ രാവും പകലും വരവായി ഋതുഭേദങ്ങൾ കൊടിവീശി ഇനി യാത്ര അമ്പമ്പമ്പമ്പോ life is a journey, it's an open highway, living all you possess. അയ്യയ്യോ ഇത് കളിയായാലും കാര്യം വന്നാലോ കഥ മാറിപ്പോകില്ലേ Da-da-da-da-da. കൂകിപ്പായും വണ്ടിക്കുള്ളിൽ കേറാനല്ലോ ഉന്തും തള്ളും സീറ്റിൽ നിന്നും പൊങ്ങിടല്ലേ മറ്റാരും കേറിപ്പറ്റും മുന്നോട്ടൊരു പോക്ക് പോയ വീണ്ടും വരുമോ ഇത് പിന്നോക്കം പായും ലോകം പോയാൽ പോട്ടെ അമ്പമ്പമ്പമ്പോ life is a journey, it's an open highway, living all you possess. അയ്യയ്യോ ഇത് കളിയായാലും കാര്യം വന്നാലോ കഥ മാറിപ്പോകില്ലേ തീവണ്ടി കൂകി കൂകി പായും വണ്ടി വണ്ടി കേറിക്കോ കേറിക്കോ ചങ്ങാതി ഇനി പോകാം അമ്പമ്പമ്പമ്പോ life is a journey, it's an open highway, living all you possess. അയ്യയ്യോ ഇത് കളിയായാലും കാര്യം വന്നാലോ കഥ മാറിപ്പോകില്ലേ ഇതിലൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റുഡിയോയിൽ എല്ലാ സിംഗേഴ്സും ഉണ്ട്. ഒരു ലളിതഗാന മത്സരമൊക്കെ നടക്കുന്ന പോലെ ആക്ച്വലി ഒരു വളരെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും. ഇപ്പോൾ നേഹ പാടുമ്പോൾ ഇവരെല്ലാവരും ആണ് ക്രിട്ടിസൈസ് ചെയ്യണതും നേഹ അങ്ങനെയല്ല ഇത് ശരിയാക്കണം അങ്ങനെ ശരിയാക്കണം എവ്രിബഡി ആർ ഇൻ ദ ക്യാബിൻ. അപ്പോൾ ഒരു വല്ലാത്തൊരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വൈബും അതെല്ലാം ആ ഒരു റിസൾട്ടിൽ വരുന്നുണ്ട്. ആ ഒരു എനർജിയും ആ ഒരു സ്നേഹവും എല്ലാം ഉണ്ട്. അതങ്ങനെയാണ് സിനിമയ്ക്ക് അങ്ങനെയാണ് എപ്പോഴും ഒരു ഗ്രൂപ്പിന്റെ ഒരു എഫേർട്ട് അല്ലേ അല്ലേ അത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് ഉണ്ടാവും. ഓക്കെ സോ ജിത്തു സ്നേഹ ഗുഡ് ലക്ക്. സുമേഷാണ് നമ്മുടെ ഗിറ്റാറിസ്റ്റ്. ഇത് ഗിറ്റാറിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ വേദിയിൽ ഇത്രയും ഇതായിട്ട് ക്ഷണിച്ചതിൻ്റെ ഒരു പ്രധാന കാരണമുണ്ട് സിദ്ദിഖ്. ഇപ്പോൾ ഒരേ കടലിലൊരു രാഗമായിരുന്നു അതിൻ്റെ ഒരു ബൈൻഡിങ് ആയിട്ടുള്ളൊരു എലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഋതുവിൽ ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഇതിൻ്റെ ക്യാരക്ടർ എലമെൻറ്റ്. ഈ സിനിമയുടെ ക്യാരക്ടർ മ്യൂസിക്കിൻ്റെ മാത്രമല്ല സിനിമയുടെ തന്നെ അവരുടെ കഥാപാത്രങ്ങളുടെ മനസ്സ് അവരുപയോഗിക്കുന്ന അവരുടെ കൾച്ചർ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇതിനെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് എല്ലാ സോങ്ങിലും ഉണ്ട്. അത് ഗിറ്റാറായിരുന്നു. വണ്ടർഫുൾ വെരി ടാലൻറ്റഡ് പ്ലെയർ ലൈക്ക് സുമേഷ്. സിനിമയുടെ റീ റെക്കോർഡിങ്ങിലും എല്ലാം സുമേഷിൻ്റെ ഗിറ്റാറാണ് ജീവിച്ച് നിൽക്കുന്നത്. രാഹുലായിട്ട് നേരത്തെ അടുപ്പോൾ എന്തായാലും ആയിരിക്കും അല്ലേ? ഞങ്ങള് മ്യൂസിക്കലി ബ്രദേഴ്സ് എന്ന് പറയും. കാരണം ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ജോണറും അതൊക്കെ സുമേഷിനറിയാം. നമ്മൾ വളരെ യോജിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സംഗീതജ്ഞരും എല്ലാം വളരെ സിമിലറാണ്. ഓക്കെ നമ്മൾ കേട്ട സംഗീതം അത് ഒരു ബന്ധത്തിന് അടിസ്ഥാനമാണ്. മ്യൂസിക്കലി വി ആർ ലൈക്ക് ബ്രദേഴ്സ്. ടേസ്റ്റ് ഒന്നാവാന്ന് പറയുന്ന ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഒരുമിച്ച് വളരുക എന്നൊരു ഇതുണ്ട്. ഒരു പുതിയൊരു സംഭവം മനസ്സിലാക്കി ഞങ്ങൾ ജാം ചെയ്യാറുണ്ട് മ്യൂസിക് ചെയ്യുമ്പോൾ. കുറേ നേരം ഇരുന്ന് അതിലിങ്ങനെ ലയിച്ച് എന്തെങ്കിലുമൊക്കെ പാടി അതിൽ വരുന്ന റിസൾട്ട് ആയിരിക്കും ചിലപ്പോൾ ഒരു സോങ് ആയിട്ട് വരിക. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഐ ഷുഡ് താങ്ക് സുമേഷ് ഫോർ ദിസ് വണ്ടർഫുൾ കോപ്പറേഷൻ. ഈ ഒരു മൂവിയിലെ എല്ലാ രീതിയിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണെങ്കിൽ എല്ലാത്തിലും സുമേഷ് ഉണ്ട്. നമുക്ക് രാഹുൽ പാടിയ പാട്ട് കേൾക്കണം. സുമേഷ് ഗിറ്റാർ വായിച്ചിട്ട്. ഓക്കെ
പോയി മറഞ്ഞു പകലത്ര യാത്രയായി നിഴലായി അലിഞ്ഞുവോ